തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ തിരുത്തലുകളിലേക്ക് കടക്കുകയാണ് CPIM. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട A. പത്മകുമാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് പാർട്ടി നീങ്ങുകയാണ്. കർശന നടപടി വേണമെന്ന ആവശ്യം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തോമസ് ഐസക് മുന്നോട്ട് വെച്ചു. നടപടി വൈകിയത് കേരളം മുഴുവൻ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് ഐസക് പറഞ്ഞത്. സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. നടപടിയിൽ അല്പസമയത്തിനകം പ്രഖ്യാപനം തന്നെ ഉണ്ടാകും. റഹീസ് റഷീദാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. റഹീസ, ഉച്ചയ്ക്ക് ശേഷം പത്മകുമാർ വിഷയത്തിൽ ചർച്ചയുണ്ട്. ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? വിനീത, അങ്ങനെയാണ്. ഇന്ന് തന്നെ പത്മകുമാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എടുക്കുമെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഒരു യോഗം ചേരുകയാണ്. തോമസ് ഐസക്കും സജി ചെറിയാനും അതിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും പത്മകുമാറിനെതിരെ ഏത് തരത്തിലുള്ള നടപടി വേണം എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുക. രാവിലെ റിവ്യൂ റിപ്പോർട്ടിങ്ങിനിടെ ഈ റിവ്യൂ റിപ്പോർട്ട് ചെയ്തത് തോമസ് ഐസക്കാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ അദ്ദേഹം പത്മകുമാർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും CPIMന് അല്ലെങ്കിൽ LDFന് വലിയ തോൽവി ഉണ്ടാകാൻ കാരണക്കാരനൊരാൾ A. പത്മകുമാറാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വൈകിയതാണ് എന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. ഒപ്പം സംസ്ഥാന നേതൃത്വം ഏത് തരത്തിലുള്ള നടപടിയാണ് ആഗ്രഹിക്കുന്നത് എന്നതും തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. അതായത് കടുത്ത നടപടി വേണം. എന്ത് നടപടിയെന്ന് സംസ്ഥാന നേതൃത്വം ഇങ്ങോട്ട് ജില്ലാ കമ്മിറ്റിക്ക് മുമ്പിൽ നിർദ്ദേശമായി വെക്കുന്നില്ല. പകരം ജില്ലാ കമ്മിറ്റിക്ക് ഏത് നടപടി വേണമെങ്കിലും തീരുമാനിക്കാം. ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം പൂർണ്ണമായും സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകും. അങ്ങനെ പറയാനൊരു കാരണം, ഇതിനു മുമ്പ് പത്മകുമാറിനെതിരെ ഏത് തരത്തിലുള്ള നടപടി എടുക്കണം എന്ന ചർച്ച നടന്നപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിഭാഗം സമയത്തും പത്മകുമാറിനെ പുറത്താക്കണമെന്ന നിലപാടായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കുള്ളത്. പക്ഷേ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ നടപടി അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിലേക്ക് ആ സജഷൻ പോകുമ്പോൾ ഇപ്പോൾ നടപടി വേണ്ട, കുറ്റപത്രം വരട്ടെ എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ എന്ത് തീരുമാനമെടുക്കുന്നു അത് നടപ്പിലാക്കും എന്ന ഉറപ്പ് കൂടി തോമസ് ഐസക് നൽകിയിട്ടുണ്ട്. അതായത് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനമായിരിക്കും വരിക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് അധിക സമയത്തിനുള്ളിൽ അക്കാര്യത്തിലൊരു വ്യക്തത കൈവരികയും ചെയ്യും. വിനീത, ശരി. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പത്മകുമാർ പുറത്തേക്ക് തന്നെയാണ്. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനം വരാൻ പോകുന്നു. പത്തനംതിട്ടയിൽ ജില്ലാ കമ്മിറ്റി യോഗം തുടരുകയാണ്. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.